പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 41-ാം തിരുവചനത്തിലൂടെ ഈശോ ഇങ്ങനെയാണ് സംസാരിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. പല നല്ല കാര്യങ്ങളും പലരും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ നമ്മുടെ ചെയ്തികൾ ഈശോയുടെ നാമത്തിൽ ചെയ്യുന്നിടത്താണ് ഒരു വ്യത്യാസം അനുഭവിക്കുവാൻ സാധിക്കുക. ഈശോയുടെ നാമം രക്ഷാകരമായ നാമം ആയതുകൊണ്ട് ആ നാമത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കൊച്ചു പ്രവൃത്തിയും ദൈവത്തിന് മുമ്പിൽ വിലയുള്ളതായി മാറും. ഇന്നത്തെ തിരുവചനം പറയുന്നത് പോലെ ഈശോയുടെ നാമത്തിൽ ഒരു പാത്രം വെള്ളം പോലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കും എന്നുള്ള ഉറപ്പാണ് ഈശോ നമുക്ക് തരുന്നത്. നമ്മുടെ ഓരോ ദിവസത്തെയും സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും ഉത്കണ്ഠകളെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയും. കാരണം യേശു എന്ന നാമത്തിൻ്റെ മുമ്പിലാണ് തിരുവചനം പറയുന്നത് പോലെ എല്ലാ മുട്ടുകളും മടങ്ങുന്നത്, എല്ലാ നാവുകളും പാടുന്നത്. ആ തിരുനാമത്തിലാണ് രോഗികൾ സുഖം പ്രാപിച്ചത്, ബന്ധിതർ മോചിതരായതും. ഇന്ന് ഈശോയുടെ നാമത്തിൻ്റെ ശക്തി ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരിലും നിറയപ്പെടട്ടെ. നമ്മുടെ പ്രതിസന്ധികളിൽ, രോഗപീഠകളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, കടബാധിതകളിൽ, ഒറ്റപ്പെടലുകളിൽ ഈശോയുടെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.